സർക്കാരിന്റെ മൂന്നാം ബജറ്റിൽ കേരളത്തിനാകെ ലഭിച്ചത് ധാതുഖനന ഇടനാഴിയും കടലാമ സംരക്ഷണ പദ്ധതിയും നാളികേര കശുവണ്ടി വ്യവസായങ്ങൾക്ക് പ്രഖ്യാപിച്ച പ്രത്യേക പദ്ധതിയുമാണ്. ഇതൊക്കെ തന്നെയും കേരളത്തിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം 1.9% നിന്ന് 2.3% ഉയർത്തിയിട്ടുണ്ട്. കേരളത്തെ അവഗണിച്ചുവെന്ന ആരോപണം ഉയരുന്നുണ്ട് എങ്കിലും ലഭിച്ച പദ്ധതികളിൽ ഗുണമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് സാമ്പത്തിക വിദഗ്ധർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പോരടിക്കുന്നത് പ്രധാനമായും നികുതി വിഹിതത്തെ ചൊല്ലിയാണ്. എന്നാൽ നികുതി വിഹിതം 1.9% നിന്നും 2.3% ഉയർത്തിയിട്ടുണ്ട്. പുതിയ വിഹിതം അനുസരിച്ച് ഈ സാമ്പത്തിക വർഷം കേരളത്തിൽ ലഭിക്കുക 36,355 കോടി. കഴിഞ്ഞ വർഷം ഇത് വെറും 24,500 കോടി രൂപയായിരുന്നു. ഇനിയുള്ള 5 വർഷക്കാലം ഓരോ വർഷവും 10,000 കോടി രൂപയിലധികം കേരളത്തിന്റെ ഖജനാവിലെത്തും. കർണാടകയിലെയും കേരളത്തിലെയും കടലാമകളുടെ പ്രജനന കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനും അവയെ അടിസ്ഥാനമാക്കി ഇക്കോ ടൂറിസം വികസിപ്പിക്കാനുമുള്ള ടർട്ടിൽ ട്രയൽസ് പദ്ധതിയാണ് ബജറ്റിലെ കേരളത്തിനുള്ള പ്രധാന വിഹിതമായി മാറിയത്. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. കേരളത്തെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ധാതുഖനന ഇടനാഴിയിലും സംസ്ഥാനത്തിന് പ്രതീക്ഷയുണ്ട്. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന പ്രഖ്യാപനം കേരളത്തിന് ഗുണം ചെയ്യും. 2030 കശുവണ്ടി, കൊക്കോ എന്നിവയുടെ പ്രീമിയം ഉൽപ്പന്നങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുമെന്ന പ്രഖ്യാപനവും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. റിപ്പോർട്ടർ, ദില്ലി.